സഹോദരി സഹോദരന്മാരെ, പ്രേത സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും അഖില ലോക പ്രേത സമ്മേളനത്തിലേക്ക് എന്റെ പേരിലും നമ്മുടെ കമ്മിറ്റിയുടെ പേരിലും ഞാൻ ക്ഷണിക്കുന്നു. ഇപ്പോഴത്തെ പ്രേത കൊച്ചുങ്ങൾക്കൊന്നും എന്നെ അറിയില്ല. ഞാനും എന്റെ ഒടിവിദ്യകളെ പേടിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇന്ത്യയിലെ പ്രേതലോകങ്ങളിലെ പ്രേതാത്മാക്കൾക്ക് എന്റെ വിനീതമായ സ്വാഗതം. പണ്ട് എന്റെ കൂട്ടരെ കണ്ട് ഈ ലോകം തന്നെ കിടുങ്ങിയിരുന്നു, വിറച്ചിരുന്നു. ഇഞ്ചി മാല പൂമാല നന്ദാ നന്ദാ, ഇഞ്ചി പൂവ് മരതക പാടി നന്ദാ നന്ദാ. വേനലവധിക്കാലത്ത് കുട്ടികൾക്കായി കലയുടെ സ്വർഗവാതിൽ തുറന്ന നീരാവിൽ പ്രകാശ് കലാകേന്ദ്രം. കലാരംഗത്ത് 66 വർഷത്തിന്റെ നിറവിലേറി നിൽക്കുന്ന കൊല്ലം നീരാവിൽ പ്രകാശ് കലാകേന്ദ്രം ഇക്കുറിയും വേനലവധിക്കാലത്ത് കുട്ടികളുടെ സർഗവാസന വളർത്തിയെടുക്കുവാനും നാടക അഭിനയ രംഗത്തും മറ്റ് കലാരംഗത്തും കൈപിടിച്ച് ഉയർത്തുവാനും സാമൂഹിക പ്രതിബദ്ധത വളർത്തുവാനുമായി നടത്തിവന്ന ജിജ്ഞാസ എന്ന അവധിക്കാല ക്യാമ്പ് സമാപിച്ചു. പ്രദേശത്തെ മുഴുവൻ കുട്ടികളും ഈ മാസം 9 മുതൽ ആരംഭിച്ച ക്യാമ്പിൽ പങ്കെടുത്തു. മടിപിടിച്ച് ക്യാമ്പിൽ പങ്കെടുത്ത കുട്ടികൾ പോലും 5 ദിവസം കൊണ്ട് പൂർണ്ണമായും കലാരംഗത്ത് അവരവരുടെ കഴിവുകൾ പ്രകടിപ്പിച്ചായിരുന്നു അവസാന ദിവസവും കടന്ന് ആഘോഷത്തോടെയും സന്തോഷത്തോടെയും മടങ്ങിയത്. എല്ലാ വേനലവധിക്കാലത്തും കുട്ടികൾക്കായി ഇത്തരത്തിലുള്ള ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത് പ്രകാശ് കലാകേന്ദ്രത്തിന്റെ പ്രത്യേകത കൂടിയാണ്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. നമസ്കാരം, എന്റെ പേര് അമാസ്. പ്രകാശ് കലാകേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ജിജ്ഞാസ 2025 ക്യാമ്പ് ഡയറക്ടറാണ്. ജിജ്ഞാസ എന്ന് പറയുമ്പോൾ കൊല്ലത്ത് മുഴുവനായും ഒരു ഉത്സവം തന്നെയാണ്, പ്രത്യേകിച്ച് അഞ്ചാലുമൂട് നീരാവിൽ എന്ന് പറയുന്ന പ്രദേശത്തിന്. കാരണം ഈ കൊല്ലം ജില്ലയിലുള്ള 350 പരം കുട്ടികൾ, കൃത്യമായി പറഞ്ഞാൽ 372 കുട്ടികളാണ് 2025 ജിജ്ഞാസയിൽ 5 ദിവസത്തെ ഈ ക്യാമ്പിൽ പങ്കെടുക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. സ്കൂൾ ഓഫ് ഡ്രാമയിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയവരും പഠിച്ചുകൊണ്ടിരിക്കുന്നവരും ഉൾപ്പെടെ കൊല്ലം ജില്ലയിലെയും കേരളത്തിലെയും പ്രമുഖരായിട്ടുള്ള നാടക പ്രവർത്തകരും അതേപോലെ തന്നെ മറ്റ് മേഖലകളിലെ ചിത്രരചന, നൃത്തം, സംഗീതം, ക്രാഫ്റ്റ് തുടങ്ങി എല്ലാ മേഖലകളിൽ നിന്നുമുള്ള ആളുകളെ ഒക്കെ തന്നെ ഇവിടേക്ക് എത്തിച്ചുകൊണ്ടാണ് ഈ കുട്ടികൾക്ക് ക്യാമ്പ് നമ്മൾ കൊടുക്കുന്നത്. ഏകദേശം 16 ഗ്രൂപ്പുകളായി തിരിഞ്ഞുകൊണ്ട് 5 ദിവസങ്ങളായി നടന്നിട്ടുള്ള വർക്ക്ഷോപ്പുകളുടെയും അതുപോലെ തന്നെ പരിശീലന കളരിയുടെയും ഒക്കെ തന്നെ സമാപന ദിവസമാണിന്ന്. ഇന്ന് സമാപനത്തിന്റെ ഭാഗമായിട്ട് ഇന്ന് എല്ലാ കുട്ടികളുടെയും ഓരോ അവതരണങ്ങൾ ഉണ്ട്. ഇന്നലെ ഇതിന് മുന്നോടിയായിട്ടുള്ള ഒരു ഘോഷയാത്ര സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 300 പരം കുട്ടികൾ പങ്കെടുക്കുന്ന വിവിധ വർണ്ണങ്ങളിലുള്ള വേഷങ്ങളിലൊക്കെയുള്ള കുട്ടികളുടെ ഒരു ഘോഷയാത്ര വലിയ രീതിയിൽ തന്നെ നമ്മൾ ഇവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ ജിജ്ഞാസ എന്ന് പറയുന്നത് ഈ നമ്മുടെ പ്രദേശത്തുള്ള കുട്ടികളെ ഒക്കെ തന്നെ അവരുടെ ഉള്ളിലെ സഭാകമ്പത്തിനെ ഒക്കെ തന്നെ മാറ്റിയെടുത്തുകൊണ്ട് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി നമ്മൾ നടത്തുന്ന പരിപാടിയാണ്. ആ കുഞ്ഞുങ്ങൾക്കുള്ളിലെ യഥാർത്ഥ സർഗവാസനകളെ പുറത്തു കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. പഠന പ്രവർത്തനങ്ങൾക്കപ്പുറം കലാപ്രവർത്തനങ്ങളിലും കായിക പ്രവർത്തനങ്ങളിലും കുട്ടികൾ മുന്നിട്ട് തന്നെ നിൽക്കണം, അതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തനങ്ങളിലും മുന്നിട്ട് തന്നെ നിൽക്കണം എന്നുള്ളതാണ് പ്രകാശ് കലാകേന്ദ്രം ലക്ഷ്യം വെക്കുന്നത്. എല്ലാ വർഷവും നടത്തിവരുന്ന ജിജ്ഞാസ ഇത്തവണയും ഒരു ഉത്സവമായിട്ട് തന്നെയാണ് ഇവിടെ സമാപിക്കാൻ പോകുന്നത്. കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പരിപാടികളും അതേപോലെ തന്നെ കുട്ടികളുടെ അവതരണങ്ങളും ഒക്കെ കാണുന്നതിന് വേണ്ടി കഴിയും. എല്ലാ രക്ഷകർത്താക്കളും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്.